മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ. മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി. പശുക്കൾക്ക് എങ്ങനെയാണോ പശുത്വം ജാതി, അതുപോലെ മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി. മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി. അതുപോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇതൊക്കെ പഠിപ്പിച്ച, എല്ലാവരിലും എത്തിച്ച ശ്രീനാരായണ ഗുരു ക്ഷേത്രദർശനം എല്ലാവർക്കും ക്ഷേത്രം ദർശിക്കാൻ, ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമൊരുക്കി. പക്ഷേ ഇന്ന് ചില ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ ചുരിദാർ ധരിച്ചു പോയാൽ അവരെ അവിടുന്ന് മാറ്റിക്കുന്നു, വസ്ത്രം മാറ്റിക്കുന്നു. ചുരിദാർ ഇവിടുന്ന് താഴോട്ടുള്ളതാണ്, അത് അഴിച്ച് മാറ്റേണ്ടി വരുന്നു. അഴിച്ചിട്ട് മാറ്റേണ്ടി വരുന്നു. അതിവിടെ ഇട്ട് ക്ഷേത്രത്തിൽ കയറ്റുന്നില്ല. കാവൽക്കാരാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈയിടെ ഞാൻ പോയപ്പോൾ, 29-ാം തീയതി ഞാൻ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ്. ഒരു ജീവനക്കാരനും 2 സെൻട്രൽ പോലീസാണെന്ന് തോന്നുന്നു, തോക്കും പിടിച്ച് കാവൽ ഭക്തന്മാരെ അങ്ങോട്ട് കയറ്റാൻ, വസ്ത്രം മാറ്റിക്കാൻ, പുരുഷന്മാരെ ഷർട്ടടിപ്പിക്കാൻ, ഇതൊക്കെ അവിടെ വളരെ മോശമായ പെരുമാറ്റത്തോടെ, കർശനമായ നിർദ്ദേശത്തോടെ, കൈക്കുഞ്ഞുങ്ങൾക്ക് പോലും മുണ്ടണിയിപ്പിക്കാൻ അവരൊക്കെ നടത്തുന്ന തുണിക്കടിയാണെന്ന് തോന്നുന്നു. കണ്ടമാനം, ചുരുങ്ങിയത് ഒരു ദിവസം 5000 ഉണ്ടെങ്കിലും വിറ്റഴിക്കുന്നു, നിർബന്ധിച്ചിരുന്ന് വിറ്റഴിക്കുന്നു. എത്രയാണ് ലാഭമെടുക്കുന്നത് എന്നൊന്നും ആരും നോക്കുന്നില്ല. മുണ്ട് വാങ്ങുന്നു, ഉടുക്കുന്നു, കുട്ടികളെ ഉടുപ്പിക്കുന്നു, പെൺകുട്ടികളെ ചുരിദാറിൻ്റെ മേലെ ഉടുപ്പിക്കുന്നു. അങ്ങനെ ചുരിദാർ അഴിക്കണമെന്നാണ്, ചുരിദാർ ഉടുത്ത് കയറാൻ പാടില്ല. അങ്ങനെ ക്ഷേത്രത്തിലായാലും ഏതായാലും എവിടെയായാലും സ്ത്രീകളെ കൊണ്ട് വസ്ത്രം അഴിപ്പിക്കാൻ, അടിയിലെ വസ്ത്രമോ മേലത്തെ വസ്ത്രമോ എന്തെങ്കിലും അഴിപ്പിക്കാൻ ആരെങ്കിലും ഇവിടുത്തെ നിയമം അനുവദിക്കുന്നുണ്ടോ? ഇവിടെ ഒരു സർക്കാരില്ലേ? എന്തിനാണ് ഈ സർക്കാർ മീശയ്ക്ക് താഴെ മീശയും വെച്ച് നടക്കുമ്പോൾ മീശയ്ക്ക് താഴെ നിന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെ കണ്ടമാനം കാളത്തരം എന്നൊന്നും പറയാൻ പറ്റില്ല, നീചത്തരം നടത്തുന്ന ആ ക്ഷേത്രത്തിൽ ക്ഷേത്രം അടച്ചു പൂട്ടണം. എല്ലാവർക്കും ആരെയും വസ്ത്രം അണിയാതെ കടക്കുമ്പോൾ മാത്രമാണ് സന്ദർശനം നിരോധിക്കേണ്ടത്. വസ്ത്രമണിഞ്ഞാൽ ശുദ്ധിയാണ്, വസ്ത്രം അണിഞ്ഞിട്ടില്ലെങ്കിലാണ് അശുദ്ധി. പിന്നെ എന്തിനാണ് ഷർട്ട് അഴിപ്പിക്കുന്നത്? ഷർട്ട് അഴിച്ചാലുള്ള സുഖം വളരെ വലുതാണ്. ഒരിക്കൽ ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞതാണ്. നമ്മൾ ഷർട്ട് അഴിച്ചിട്ടില്ലെങ്കിൽ പെണ്ണുങ്ങളുടെ പല ഭാഗവും പുറത്ത് കാണിച്ചിട്ട് തന്നെയാണല്ലോ. സാരി ഉടുത്താലെല്ലാം പല ഭാഗത്ത് നമ്മുടെ ശരീരത്തിൽ നിങ്ങൾ തട്ടി മുട്ടി ഉരുമി അങ്ങനെ പോകാം. അതിനു വേണ്ടി പുരുഷന്മാരുണ്ടാക്കിയതാണ് ഈ നിയമം. ദുഷ്ടന്മാരായ പുരുഷന്മാരുണ്ടാക്കിയതാണ് ഈ നിയമം. ഞാൻ എൻ്റെ 3 വീഡിയോ വന്നു. പലരും ആരും ഷെയർ ചെയ്യുന്നില്ല. ഷെയർ ചെയ്യണം. മുഴുവനാളും സ്ത്രീകളെ സംഘടിപ്പിക്കണം. സ്ത്രീകൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് സ്ത്രീകളാണ് നിശ്ചയിക്കേണ്ടത്, പുരുഷന്മാരല്ല. അതും പൊതുസ്ഥലത്ത് വെച്ച് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ 1000-കണക്കിനോ 10,000-കണക്കിനോ ആൾ നിൽക്കുമ്പോൾ ഈ വസ്ത്രം ചുരിദാർ അഴിച്ചു മാറ്റണം അങ്ങോട്ട് കിടക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെ അഴിപ്പിക്കാൻ ആർക്കാണ് ഇവിടെ അധികാരം? ആരാണ് അധികാരം നൽകിയത്? ഇവിടെ എന്തിനാണ് ഒരു സർക്കാരും കോടതികളും ഒക്കെ ഉണ്ടല്ലോ. എന്തിനാണ് പുരുഷന്മാർ ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് കടന്നാൽ എന്താണ്? ആ നിയമം ഉണ്ടാക്കിയത് ഞാനീ പറഞ്ഞവർ തന്നെയാണ്. സ്ത്രീകൾ മുട്ടിയൊരുമി നഗ്നഭാഗങ്ങളൊക്കെ മുട്ടി ഒരുമി
ക്യൂ നിന്ന് തള്ളലും തള്ളലും ഒക്കെ ആയിട്ട് അതിൻ്റെ കൂടി അങ്ങനെ നിന്ന് ചേർന്ന് നടന്നാലേ നടക്കാലോ. കാടത്തരം എന്നും പറയാൻ പറ്റില്ല, നീചത്തരമാണ്. തലയിലും മനസ്സിലും കൂരിരുട്ടുള്ളവരുണ്ടാക്കിയ ആചാരമാണ്. ആചാരം തന്നെയാണെന്ന് പറയുന്നു മുഖ്യമന്ത്രിയോട് പറഞ്ഞത് പത്രത്തിൽ വായിച്ചതാണ് ഞാൻ. എന്താ ആരാ ഭരിക്കുന്നത്? ഏതെങ്കിലും ജാതിൻ്റെ നേതാവാണ്? എന്താ മുഖ്യമന്ത്രിക്ക് ഇത്രക്കും വിവരമില്ലാണ്ടായിപ്പോയ? അത് മാറ്റണം, കർശനമായി ഈ നിയമം മാറ്റണം. പുരുഷന്മാരായാലും സ്ത്രീകളായാലും ചെരുപ്പിട്ടകത്ത് കിടക്കരുത്, അത് നിർബന്ധം. അതൊരു ബോർഡ് വെച്ചാൽ മതി. ക്ഷേത്രത്തിൻ്റെ അകത്ത് കാവൽ വേണ്ട, ക്ഷേത്രത്തിന് കിടക്കുന്നിടത്തിൽ കാവൽ വേണ്ട. അവിടെ ഒരു മെറ്റൽ ഡിറ്റക്ടർ കവാടം വെച്ചാൽ മതി, അതേ ആവശ്യമുള്ളൂ. അതിലൂടെ അങ്ങ് ചെരുപ്പിടുന്നുണ്ടോ എന്ന് ചെരുപ്പ് അഴിച്ചു വെക്കണം എന്ന് ബോർഡ് എഴുതി വെക്കുകയും ചെയ്യും. ഇതേ ആവശ്യമുള്ളൂ. അവിടെ ഒരു ക്ഷേത്രത്തിലെ ഉദ്യോഗസ്ഥനും 2 സെൻട്രൽ പോലീസുകാർ തോക്കെടുത്തിട്ടാണ്, അർദ്ധസൈനികർ തോക്കെടുത്തിട്ടുമാണ്. ഇതെന്തായത്? അതിർത്തി കാശ്മീരിലുണ്ടോ ഇങ്ങനെ ജാഗ്രത? ഇതെന്തെന്നാ ആരാ കട്ടുകൊണ്ടുപോകുന്നുണ്ട്? എന്തെന്നാ ക്ഷേത്രത്തിൽ കിടക്കാൻ ഇങ്ങനെ കാവൽ? ഒരാളെയും നിർത്തരുത്. പോലീസുകാരും പട്ടാളവും എല്ലാം നിന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് കടത്തിവിടുന്നത്. അത് ഉടനെ നിമിഷ നേരം കൊണ്ട് നിർത്തിക്കേണ്ടത് മുഖ്യമന്ത്രിയെ അറിയിക്കണം. ഞാൻ കാർഡ് വിടുന്നുണ്ട്, എഴുതി അയച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കണ്ടതോ കേട്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് ഞാൻ ഇനിയും എഴുതുന്നുണ്ട്. അതുപോലെ ഇതുപോലെ എല്ലാവരും കണ്ടവരൊക്കെ മുഴുവൻ ആൾക്കും ഷെയർ ചെയ്യണം. എല്ലാവരെയും സംഘടിപ്പിക്കണം. ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് പോയാൽ എന്താ നല്ലതല്ലേ? നമ്മുടെ വേർപ്പ് മറ്റുള്ള എവിടെയെല്ലാം മറ്റുള്ളവർക്കൊക്കെ കൊടുക്കണം. അതിൻ്റെ രഹസ്യം ഇതാണ്. പണ്ട് ആരാണ് ഈ ആചാരങ്ങൾ ഉണ്ടാക്കിയത്? ഈ മറ്റുള്ള മാറുമറക്കാൻ അനുവദിക്കാത്ത ഒരു വിഭാഗക്കാരായിരുന്നല്ലോ. ആ സുഖമൊക്കെ ഇനിയും അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ കിടന്നിട്ടെങ്കിലും അറിയാമല്ലോ എന്നെല്ലാമുള്ള ദുഷ്ടചിന്താഗതിയോടെ ഉണ്ടാക്കിയ ഈ ദുഷ്ടാചാരം അത് നിർബന്ധമായും നിർത്തിക്കണം. സർക്കാരിന് എന്ന സാധനം ഇവിടെ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും പണ്ടേ ഇവർക്കെതിരെ കേസെടുക്കേണ്ടതാണ്. ഇവർക്കെതിരെ സ്ത്രീകളെ വസ്ത്രാക്ഷേപം നടത്തുന്നതിനേക്കാളും കുറ്റകരമാണ് നിർബന്ധിച്ച് വസ്ത്രം അഴിച്ചു മാറ്റിക്കുന്നത്. ഇത് ആരം മീശയ്ക്ക് താഴെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ഗുരുവായൂരും അതൊക്കെ ഏത് ക്ഷേത്രത്തിലും ചുരിദാറും സ്ത്രീകൾക്ക് ചുരിദാറും പുരുഷന്മാർക്ക് ഷർട്ടും ഇട്ട് കയറാം. സ്ത്രീകൾ എന്ത് വസ്ത്രം അണിഞ്ഞോ എന്ന് ചോദിക്കാൻ പോലും പാടില്ല. ക്ഷേത്രത്തിൽ അതും വഴിക്ക് വെച്ചിട്ട് എവിടുന്നോ വളരെ ദൂരെ നിന്നൊക്കെ വന്നവർ സ്ത്രീകളെ വഴിക്ക് വെച്ചിട്ട്, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലല്ല പുറത്ത് വഴിക്ക് വെച്ചിട്ട് വസ്ത്രാക്ഷേപം നടത്തിക്കുന്നതിന് അവർ പുരുഷന്മാർ ചെയ്യല്ല. അതിനേക്കാളും കുറ്റകരമാണ് നിർബന്ധിച്ച് ചെയ്യിക്കുന്നത്. അതിന് കേസെടുക്കണം. എല്ലാ ക്ഷേത്രത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ, സംഘടനകളോട്, നേതൃത്വത്തിനോടൊക്കെ അവർക്കൊക്കെ എതിരെ കേസെടുക്കണം. ഞാൻ സുപ്രീം കോടതിയിലും കേന്ദ്രത്തിനും ഒക്കെ എഴുതുന്നുണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ വികാരം നിങ്ങളൊക്കെ എല്ലാവരിലും എത്തിക്കുമെന്നും എല്ലാം വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും എല്ലാവരുടെയും അറിവിനായി അതിനെതിരെ പ്രവർത്തിക്കാനായി അഭിപ്രായം പറയാനെങ്കിലും മനസ്സുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്തേ.